ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തക്കാളിക്കറി തയ്യാറാക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 തക്കാളി എടുത്തേക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് കറിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന 2 തക്കാളി എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഒരുവിധം വലിയ പീസായിട്ട് തന്നെയാണ് ഞാനത് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ കലങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഇത്തിരി വലുതാക്കി തന്നെയാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ 2 തക്കാളി പിന്നെ 2 പച്ചമുളകും കൂടിയും എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു അധികം ചെറുതാക്കാതെ ഒരുവിധം വലിയ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇനി ഈ 2 പച്ചമുളകും കൂടിയും കീറി ഇതിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കണത് കേട്ടോ. ഇനിയിപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് അതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് കറി വെക്കാം. അതിനുവേണ്ടി ഞാനിത് അരക്കാനെടുത്ത് വെച്ചാൽ തേങ്ങയും വേപ്പില ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് അരക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഒരു കറിക്കൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇടേണ്ടത് കേട്ടോ. അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിനേക്കാളും കുറഞ്ഞ അളവിൽ ഇതിലിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറിലേക്ക് മാറും. അപ്പോൾ ആ കറിക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ അളവിലെടുക്കുകയാണെങ്കിൽ കറി നല്ല കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പം അത് മതിയാവും, വെള്ളം അത്രയും മതിയാവും. ഇനി അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി. തക്കാളിക്ക് അധികം വേവൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങ പെട്ടെന്ന് അരച്ചെടുക്കാം. തക്കാളി വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചേർക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങ അരച്ചെടുക്കാം അതിനിടയിൽ. അപ്പോൾ അത് അവിടെ നിന്ന് വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒന്നതേ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ. അടിയിൽ ഇനി പിടിക്കാതിരിക്കുക. വെള്ളം ഉണ്ടെങ്കിലും ചട്ടിക്കലായതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ പതുക്കെ ഇളക്കണം, തക്കാളി ഉടഞ്ഞു പോവാതെ സാവധാനം പതുക്കെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതേ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ആ അങ്ങോട്ട് കുറഞ്ഞ് തിളക്കലൊന്ന് അടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പച്ചത്തേങ്ങ അരച്ചത് ചേർക്കുമ്പോൾ അത് തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പം ഇപ്പം ആ ഒന്ന് അടങ്ങിയ ചൂട് ഏകദേശം ഇത്രയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ആ ചൂടിലിരുന്ന് ഈ തേങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ, തിളക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്നും ഉടയാതെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ, തക്കാളി ഉടഞ്ഞു പോവാതെ. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കാം. എന്തായാലും തക്കാളിയുടെ ഒരു പുളി മാത്രം മതിയാവില്ല, നമുക്ക് ഒരല്പം വാളംപുളിയും കൂടിയും പിഴിഞ്ഞൊഴിക്കേണ്ടി വരും. വളരെ കുറച്ച് മതി കേട്ടോ, ഒരുപാട് കുറുകിപ്പോണ്ടതിൽ അത്യാവശ്യത്തിന് ഒരു അല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വാളംപുളി വളരെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട്. ഇത് ഇത്രയും മതി കേട്ടോ.
അപ്പോൾ ചട്ടിയുടെ ചൂടിന് ആ തേങ്ങ അരച്ചതും കൂടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത്രയും മതി, തിളക്കരുത്. അപ്പോൾ നമുക്കിനി ഈ കറി താളിച്ച് ഒഴിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്. അപ്പോൾ നമുക്കിത് കടുക് വറുത്ത് വറ്റൽമുളകും വേപ്പിലയും കൂടിയൊക്കെ വറുത്തിട്ട് അതിലേക്ക് ഇടണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് ആ തക്കാളി ഒരു വിസിലടുപ്പിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. കടുക് പൊട്ടി ഒരു 3/4 ഭാഗം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം വറ്റൽമുളകും വേപ്പില ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കടുക് കരിഞ്ഞു പോകും നല്ല ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.